സഖാക്കളെ, സഹോദരി സഹോദരന്മാർ, ഇവിടെ ലോക്കൽ കമ്മിറ്റിക്ക് വേണ്ടി പുതുതായി നിർമ്മിച്ച EMSന്റെ നാമധേയത്തിലുള്ള കെട്ടിടത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം എല്ലാവരുടെയും അനുമതിയോടെ നിർവഹിച്ചതായി ആദ്യമായും അറിയിക്കട്ടെ. ലോക്കൽ കമ്മിറ്റിയുടെ തുറന്നുള്ള പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ നല്ല രീതിയിൽ തന്നെ ഭംഗിയായി ഒരുക്കാൻ ഈ കെട്ടിടത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ഇതിന് നേതൃത്വം കൊടുത്ത സഖാക്കളെയും അതുമായി സഹകരിച്ച എല്ലാവരെയും ഈ ഘട്ടത്തിൽ ഹാർദമായി അഭിവാദ്യം ചെയ്യട്ടെ. നമ്മുടെ പാർട്ടിയുടെ ഇതുപോലുള്ള സംരംഭങ്ങൾക്ക് എല്ലാ വിഭാഗം ജനങ്ങളുടെയും ഹൃദയംഗമായ പിന്തുണയും പൂർണ്ണമായ സഹകരണവും ലഭിക്കാറുണ്ട്. അതിന് ഇടയാക്കുന്നത് പാർട്ടിയെക്കുറിച്ചുള്ള ജനങ്ങളുടെ വിശ്വാസമാണ്. ആ വിശ്വാസ്യതയാണ് പാർട്ടിയുടെ ഏറ്റവും വലിയ കരുത്തായി മാറുന്നത്. അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള സംരംഭങ്ങൾക്ക് ഒരു ഓഫീസ് നിർമ്മിക്കാൻ പുറപ്പെടുകയാണെങ്കിൽ പാർട്ടി ചോദിക്കുന്ന രീതിയിൽ ചിലപ്പോൾ അതിൽ കൂടുതൽ സഹകരിക്കാൻ എല്ലാവരും തയ്യാറാകാറുണ്ട്. അതിനിടയാക്കുന്നത് ഏതെങ്കിലും തരത്തിൽ തങ്ങൾ നൽകുന്ന സഹായം ദുരുപയോഗം ചെയ്യില്ല എന്ന അവരുടെ ഉറപ്പാണ്. അതാണ് എല്ലാ കാലത്തെയും പാർട്ടിയുടെ കരുത്തായി നിലനിൽക്കുന്നത്. ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി, കക്ഷി രാഷ്ട്രീയ വ്യത്യാസമന്യേ എല്ലാവരും ഇതുമായി സഹകരിച്ചുവെന്ന്. അതും പാർട്ടി നേടിയ വിശ്വാസ്യതയുടെ ഭാഗം തന്നെയാണ്. ഇവിടെ പാർട്ടിയുടെ പുതിയ തുറന്നുള്ള പ്രവർത്തനങ്ങളിൽ വലിയ തോതിലുള്ള ഉത്തരവാദിത്വമാണ് ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത്. നമ്മുടെ പൊതു സാഹചര്യമെടുത്താൽ അത്തരമൊരു സ്ഥിതിവിശേഷമാണ് നിലനിൽക്കുന്നത്. നാട്ടിലെ ജനങ്ങളുടെ ജീവൽ പ്രശ്നങ്ങൾ അത് വലിയ തോതിൽ ദുസ്സഹമായി മാറുന്നുവെന്ന സൂചനയാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ജനങ്ങൾക്ക് ഇന്നലെ വരെ ജീവിച്ചതുപോലെ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം മൊത്തത്തിൽ സംജാതമാവുകയാണ്. അത് ദേശീയ സാഹചര്യവും ലോക സാഹചര്യവും ചേർന്ന് നിന്നുള്ള ഒന്നാണ്. ഇപ്പോൾ ലോകത്തുണ്ടായിക്കൊണ്ടിരിക്കുന്ന സംഭവഗതികൾ നമ്മുടെയെല്ലാം വീടുകളിലെ അടുക്കളകളെ സാരമായി ബാധിക്കുന്ന നിലയിലേക്ക് എത്തിയിരിക്കുന്നു. അതിൻ്റെ ഭാഗമായി ജനങ്ങൾക്ക് ഒഴിച്ചുകൂടാത്ത പലതിനും താങ്ങാനാവാത്ത
തോതിലാണ് വില വർദ്ധിക്കുന്നത്. നമ്മുടെ ഈ പ്രദേശം ഒരു കാർഷിക പ്രദേശമാണല്ലോ. കാർഷിക രംഗത്ത് രാസവളങ്ങൾക്ക് വലിയ തോതിലുള്ള വിലക്കയറ്റം അനുഭവപ്പെടുകയാണ്. ഇത് ഇവിടെ നിൽക്കുമെന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയാത്ത അവസ്ഥയാണ്. കൃഷിക്കാർക്ക് ആവശ്യമായ രാസവളം ലഭ്യമാകുന്നതിന് വലിയ തോതിൽ വില കൊടുക്കേണ്ടതായി വരുന്നു. ഇതെല്ലാം ലോക സാഹചര്യവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. കൃഷിക്കാരെ കൂടുതൽ കൂടുതൽ ദ്രോഹിക്കുന്ന നടപടികൾക്കാണ് കേന്ദ്ര ഗവൺമെന്റ് മുൻതൂക്കം കൊടുക്കുന്നത്. കേന്ദ്ര ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം കേന്ദ്ര ഗവൺമെന്റ് നേതൃത്വം കൊടുക്കുന്ന BJPയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സാധാരണക്കാരുടെയോ കൃഷിക്കാരുടെയോ പ്രശ്നങ്ങൾ ഗൗരവമുള്ളതല്ല. അവരാകെ ഗൗരവത്തിലെടുക്കുന്നത് രാജ്യത്തെ കോർപ്പറേറ്റുകളുടെ പ്രശ്നങ്ങൾ മാത്രമാണ്. കോർപ്പറേറ്റുകൾക്ക് ഒരു പ്രശ്നവും ഉണ്ടായിക്കൂടാ. അതിനുവേണ്ടി നമ്മുടെ കേന്ദ്രഭരണം പൂർണ്ണമായി ഉപയോഗിക്കപ്പെടുന്നു. അതിൻ്റെ ഭാഗമായി വലിയ തോതിലുള്ള ഇളവുകൾ കോർപ്പറേറ്റുകൾക്ക് നൽകുന്നു. എന്നാൽ അതേസമയം സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ അവയുടെ നേരെ മുഖം തിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലെ തൊഴിലുറപ്പ് പദ്ധതി ഉപേക്ഷിക്കുന്ന നിലയിലേക്ക് എത്തിയിരിക്കുന്നു. ഏറ്റവും കൂടുതൽ പാവപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു പദ്ധതിയാണത്. ആ പദ്ധതി UPA ഗവൺമെന്റ് കാലത്ത് നടപ്പാക്കാനിടയായത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാം. ആ ഒരു ഘട്ടത്തിൽ ആ കാലത്തെ UPAക്ക് കേന്ദ്രഭരണത്തിലിരിക്കുന്നതിനായി ഇടതുപക്ഷം നൽകിയ പിന്തുണയുണ്ടായിരുന്നു. പിന്തുണ നൽകിയ ഇടതുപക്ഷം ഈ ഭരണം രാജ്യത്തെ പാവപ്പെട്ട ജനങ്ങളുടെ ചില പ്രശ്നങ്ങളെങ്കിലും പരിഹരിക്കുന്നതിന് ഉതകണം എന്ന് കണ്ടുകൊണ്ട് ഇത്തരമൊരു പദ്ധതിയുടെ ആവശ്യകത മുന്നോട്ട് വെച്ചു. സാധാരണഗതിയിൽ അംഗീകരിക്കുന്ന പാർട്ടിയല്ല കോൺഗ്രസ്. പക്ഷേ അന്നത്തെ സാഹചര്യത്തിൽ നിലനിൽക്കുന്നതിന് പിന്തുണ ആവശ്യമാണ് എന്നതുകൊണ്ട് പിന്തുണ നൽകുന്ന ഇടതുപക്ഷം അത്തരമൊരാവശ്യം മുന്നോട്ട് വെച്ചപ്പോൾ അത് തള്ളിക്കളയാൻ കോൺഗ്രസിനായില്ല. അങ്ങനെയാണ് അത് നടപ്പാക്കുന്ന സ്ഥിതി വന്നത്. നടപ്പാക്കിയതിനു ശേഷം പിന്നീട് ചില ഘട്ടങ്ങളിൽ രണ്ടാം UPA ഗവൺമെന്റ് കാലത്ത് തന്നെ അതിൽ വെള്ളം ചേർക്കാനുള്ള നടപടികൾ കോൺഗ്രസ് തന്നെ തുടങ്ങിയിരുന്നു. BJP പൂർണ്ണമായും ആ പദ്ധതിക്കെതിരായ നിലപാടാണ് സ്വീകരിച്ചത്. ഇപ്പോൾ അത് പൂർണ്ണമായും തകർക്കുന്ന നിലപാടിലേക്ക് BJP എത്തിക്കഴിഞ്ഞു. ഇതൊരു പ്രശ്നത്തിൽ മാത്രമല്ല, നമ്മുടെ കൃഷിക്കാർക്ക് നൽകുന്ന വിവിധ സബ്സിഡികൾ എല്ലാം ഒഴിവാക്കുന്ന നില പടിപടിയായി സ്വീകരിച്ചു വരുന്നു.
കൃഷിക്കാർക്ക് കൃഷിക്കാവശ്യമായ എല്ലാറ്റിനും വലിയ തോതിൽ വില വർദ്ധിപ്പിക്കുന്നു. കഴിഞ്ഞ വിളവെടുപ്പ് കാലത്ത് കൃഷിക്ക് ചെലവഴിക്കേണ്ടി വന്നതിലും എത്രയോ കൂടുതൽ തുക ഇപ്പോൾ കൃഷിക്കാർക്ക് ചെലവഴിക്കേണ്ടി വരുന്നു. ചുരുക്കത്തിൽ ചെലവിടുന്ന കാശുമായി താരതമ്യപ്പെടുത്തിയാൽ കൃഷിയിൽ നിന്നുള്ള വരുമാനം കൊണ്ട് കൃഷിക്കാർക്ക് ഒത്തുപോകാൻ കഴിയാത്ത അവസ്ഥയുണ്ടാകുന്നു. ഇതിനെതിരെ രാജ്യവ്യാപകമായി തന്നെയുള്ള പ്രക്ഷോഭങ്ങൾ ഉയർന്നു വരികയാണ്. ആ പ്രക്ഷോഭങ്ങൾ കണ്ടില്ലെന്നടിക്കാനാണ് BJP ഗവൺമെന്റിന് താൽപര്യം. ഇതിനെല്ലാം അടിസ്ഥാനമായി മാറിയത് നമ്മുടെ ലോക സാഹചര്യമാണ്. ലോകത്ത് അമേരിക്കൻ സാമ്രാജ്യത്വം സ്വീകരിക്കുന്ന നിലപാട് നേരത്തെ ലോകത്തിൻ്റെ ഏതോ ഭാഗത്ത് നടക്കുന്ന കാര്യം നമ്മളെ ബാധിക്കില്ലാലോ എന്ന് നാട്ടിലുള്ള ചിലരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടാവും. എന്നാൽ ആ സാഹചര്യം മാറി. ഇപ്പോൾ അമേരിക്ക എല്ലാ രാഷ്ട്രമര്യാദകളും ലംഘിച്ചുകൊണ്ടുള്ള ആക്രമണങ്ങൾ അഴിച്ചുവിട്ടപ്പോൾ നമ്മുടെ ജനങ്ങളെ അത് ബാധിക്കുന്നു. നമ്മുടെ സഹോദരങ്ങൾ ലക്ഷക്കണക്കിലാണ് വിദേശങ്ങളിൽ ജോലി ചെയ്യുന്നത്, പ്രത്യേകിച്ച് ഗൾഫ് നാടുകളിൽ. ഇപ്പോൾ അമേരിക്ക അഴിച്ചുവിട്ട യുദ്ധത്തിൻ്റെ ഭാഗമായി എല്ലാ ഗൾഫ് രാജ്യങ്ങളും പ്രത്യേകമായ അരക്ഷിതാവസ്ഥയിലായിരിക്കുന്നു. വലിയ തോതിലുള്ള ഭീതി എല്ലായിടങ്ങളിലും ഉയർന്നു വന്നിരിക്കുന്നു. ഇത് ഗൾഫ് രാജ്യങ്ങളെ ബാധിക്കുമ്പോൾ അവിടെ ജോലിയെടുക്കുന്നവരെയും ബാധിക്കുകയാണ്. ലോകത്തെ ഏറ്റവും മികച്ച രീതിയിൽ കാര്യങ്ങൾ നിർവഹിച്ചു പോന്ന ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് യാത്ര ചെയ്ത് ഗൾഫിലെ ചില മേഖലകളിൽ എത്തിപ്പെടാറുണ്ടായിരുന്നു. അത്തരം രാജ്യങ്ങളെല്ലാം ഇപ്പോൾ വല്ലാത്ത കെടുതിയിലാണ്. ടൂറിസ്റ്റുകളുടെ വരവ് അത് വലിയ തോതിൽ നിലച്ചു. അതിൻ്റെ ഭാഗമായി ഈ രാജ്യങ്ങളിൽ ജോലിയെടുക്കുന്ന അനേകായിരങ്ങൾ, ലക്ഷങ്ങൾ ഇപ്പോൾ ഫലത്തിൽ കൃത്യമായി ജോലിയില്ലാത്ത അവസ്ഥയിൽ വന്നിരിക്കുന്നു. ഗുരുതരമായ പ്രതിസന്ധിയിലേക്ക് നീങ്ങുമോ എന്ന ആശങ്ക പൊതുവെ ഉയർന്നു വന്നിരിക്കുന്നു. അത് മറ്റേതെങ്കിലും ഒരിടത്ത് സംഭവിക്കുന്നതല്ല. നമ്മുടെയെല്ലാം വീടുകളിൽ നിന്നും അയൽപക്കങ്ങളിൽ നിന്നും ബന്ധുവീടുകളിൽ നിന്നുമെല്ലാം പോയിട്ടുള്ള ധാരാളം ആളുകൾ ഇത്തരം രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട്. അവരെയെല്ലാം ഇത് വല്ലാതെ പ്രതികൂലമായി ബാധിക്കുകയാണ്. അത് നമ്മളെയും പ്രതികൂലമായി ബാധിക്കുന്നു. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില വർദ്ധിപ്പിക്കുന്ന അവസ്ഥയുണ്ടായി. പാചകവാതത്തിൻ്റെ വാണിജ്യാടിസ്ഥാനത്തിലുള്ള പാചകവാതകത്തിൻ്റെ വില ക്രമാതീതമായി വർദ്ധിപ്പിക്കുന്ന നിലയുണ്ടായി. എങ്ങനെയാണ് ഇത്തരമൊരു പ്രതിസന്ധി ഉണ്ടായത്? നമ്മുടെ രാജ്യത്തിന്
കൃത്യമായ നിലപാടുകൾ സ്വീകരിക്കാൻ കഴിഞ്ഞില്ല. നാം എല്ലാ കാര്യത്തിനും അമേരിക്കയെ ആശ്രയിക്കാൻ നിലവന്നു. അമേരിക്കയുടെ സഹായം ഇന്ത്യയെ എല്ലാ തരത്തിലും മുന്നോട്ട് നയിക്കും എന്നാണ് BJP ഭരണാധികാരികൾ ചിന്തിച്ചത്. അതിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ അമേരിക്കയെ വലിയ തോതിൽ പ്രീണിപ്പിക്കുന്ന നിലപാട് സ്വീകരിച്ചു. ആ ദുരന്തമാണ്, അതിന്റെ ഭാഗമായുള്ള ദുരന്തമാണ് നാം ഇപ്പോൾ അനുഭവിക്കുന്നത്. എല്ലാ കാര്യത്തിലും അമേരിക്ക പരിഹാരം കാണും എന്ന് ചിന്തിച്ചത് പൂർണ്ണമായും പിശകിപ്പോയി. ഇപ്പോൾ അത് നമ്മെ കൂടുതൽ വറുതിയിലേക്ക് തള്ളിവിടുന്നു. ഇപ്പോഴും കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുന്നതിനും അതിനനുസരിച്ചുള്ള നിലപാട് സ്വീകരിക്കുന്നതിനും അമേരിക്കക്ക് നൽകുന്ന പിന്തുണയുടെ കാര്യം, അതിൽ പുനരാലോചന വേണമോ എന്നതിനെക്കുറിച്ചും ആലോചിക്കാൻ കഴിയാത്ത ഭരണാധികാരികളായി ഇന്ത്യൻ ഭരണാധികാരികൾ മാറിയിരിക്കുന്നു. ഇവിടെ ലോകത്ത് നാം കാണേണ്ടത് അമേരിക്കയോടൊപ്പം നിന്ന രാഷ്ട്രങ്ങൾ പലതും ഇപ്പോൾ അമേരിക്ക സ്വീകരിക്കുന്ന നിലപാടുകൾക്ക് എതിരെയാണ് നടപടികൾ സ്വീകരിക്കുന്നത്. നാറ്റോ രാഷ്ട്രങ്ങൾ നേരത്തെ അമേരിക്ക എന്ത് തെമ്മാടിത്തം കാണിച്ചാലും അമേരിക്കയോടൊപ്പം നിൽക്കുമായിരുന്നു, യുദ്ധത്തിൽ പങ്കാളികളാകുമായിരുന്നു. ഇപ്പോൾ അമേരിക്ക അഴിച്ചുവിട്ട യുദ്ധത്തിൽ പല നാറ്റോ രാഷ്ട്രങ്ങളും പങ്കാളികളായില്ല. ഞങ്ങൾക്കതിൽ പങ്കുവഹിക്കാനാവില്ല എന്ന നിലപാട് സ്വീകരിച്ചു. അതെവിടം വരെ എത്തി? അമേരിക്കയുടെ പോർ വിമാനങ്ങൾ മറ്റ് രാജ്യങ്ങളിലെ നേരെ ആക്രമണം നടത്താൻ പോയാൽ ചില ഘട്ടങ്ങളിൽ ചില സുഹൃത്ത് രാഷ്ട്രങ്ങളുടെ, ഈ നാറ്റോ രാഷ്ട്രങ്ങളുടെ വിമാനത്താവളങ്ങളിൽ ലാൻഡ് ചെയ്യേണ്ട ആവശ്യം വരും. അങ്ങനെ വിമാനത്താവളങ്ങളിൽ ഇറങ്ങുന്നതിനുള്ള സൗകര്യം ആ നാറ്റോ രാഷ്ട്രങ്ങൾ അനുവദിക്കാറുണ്ടായിരുന്നു. ഇവിടെ ഈ യുദ്ധത്തിൽ അമേരിക്കയുടെ ഏറ്റവും അടുത്ത സഖ്യരാഷ്ട്രങ്ങളായി ഇതേവരെ നിന്നിരുന്ന നാറ്റോ രാഷ്ട്രങ്ങളിൽ പലതും ഈ രാജ്യത്തിലെ വിമാനത്താവളത്തിലേക്ക് നിങ്ങളുടെ വിമാനം, പോർ വിമാനം ഇറങ്ങാൻ പാടില്ല എന്ന നിലപാട് സ്വീകരിക്കുന്നിടത്തെത്തി. ഇതാണ് അമേരിക്കയുടെ ലോകത്തിനു മുന്നിലുള്ള മുഖം. പഴയ കാലങ്ങളിൽ നമ്മുടെ രാജ്യം വേറിട്ട് നിൽക്കുന്ന ഒരു രാഷ്ട്രമായിരുന്നു. ആ വേറിട്ട് നിന്നത് നമ്മുടെ ചേരിചേരാ നയത്തിന്റെ പ്രത്യേകത കൊണ്ടായിരുന്നു. ആ ചേരിചേരാ നയം പേരിൽ ചേരായ്മയാണെങ്കിലും കൃത്യമായ നിലപാടുകളുള്ള ഒരു നയമായിരുന്നു. അത് സാമ്രാജ്യത്വ വിരുദ്ധ നിലപാടായിരുന്നു. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ അടരാടി നേടിയ സ്വാതന്ത്ര്യം, ആ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ അധികാരത്തിൽ വന്ന ആദ്യ സർക്കാർ മുതൽ കൃത്യമായി സ്വീകരിച്ച നിലപാട് സാമ്രാജ്യത്വ വിരുദ്ധ നിലപാടായിരുന്നു. അതിന്റെ ഭാഗമായി സംഭവിച്ചത് ലോകത്തെ സാമ്രാജ്യത്വ വിരുദ്ധ ശക്തികളുടെയെല്ലാം പിന്തുണ ലഭിക്കുന്ന രാഷ്ട്രമായി ഇന്ത്യ മാറി.
നമ്മുടെ രാഷ്ട്രത്തിന്റെ ശബ്ദം വൻതോതിൽ ശ്രദ്ധിക്കപ്പെട്ടു. എല്ലാവരും സാമ്രാജ്യത്വ വിരുദ്ധ സമരങ്ങൾ നടക്കുന്ന രാഷ്ട്രങ്ങൾ, പുതുതായി സ്വാതന്ത്ര്യം നേടിയ രാഷ്ട്രങ്ങൾ, മൂന്നാം ലോക രാഷ്ട്രങ്ങൾ, അവയെല്ലാം ഇന്ത്യയുടെ ശബ്ദം അംഗീകരിക്കുന്ന നില വന്നു. ലോകത്ത് നല്ല അംഗീകാരം നാം നേടി. എന്നാൽ ആ നയത്തിൽ പിന്നീട് കോൺഗ്രസ് തന്നെ വെള്ളം ചേർത്തു. അതിന്റെ ഭാഗമായി കോൺഗ്രസ് ഗവൺമെന്റ് തന്നെ നയത്തിൽ മാറ്റം തുടങ്ങി. സാമ്രാജ്യത്വ വിരുദ്ധ നിലപാട് ഉപേക്ഷിക്കുകയും കൂടുതൽ അമേരിക്കൻ സാമ്രാജ്യത്വവുമായി സഹകരിക്കുന്ന നിലപാടെടുക്കുകയും ചെയ്തു. കോൺഗ്രസിന്റെ തുടർച്ചയായി BJP വന്നപ്പോൾ BJPയും അതേ നിലപാട് ശക്തമായി സ്വീകരിച്ചു. BJPയുടെ പ്രത്യേകത, ഒരു ഘട്ടത്തിലും സാമ്രാജ്യത്വ വിരുദ്ധ നിലപാട് അവർ സ്വീകരിച്ചിട്ടില്ല. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ സമരം ആളിക്കത്തുമ്പോൾ അന്നത്തെ RSS, അവരുടെ നേതൃത്വത്തിലുള്ള സംഘപരിവാർ ബ്രിട്ടീഷുകാരോടൊപ്പമായിരുന്നു. ആ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാൻ പാടില്ല എന്നതായിരുന്നു അവരുടെ നിലപാട്. ബ്രിട്ടീഷ് വൈസ്രോയിയോട് ഞങ്ങൾ നിങ്ങളോടൊപ്പമാണ് എന്ന് പറയുന്നതിനും അവർ മടി കാണിച്ചിരുന്നില്ല. അവര് ഒരു ഘട്ടത്തിലും സാമ്രാജ്യത്വ വിരുദ്ധ നിലപാട് സ്വീകരിച്ചിട്ടില്ല. ഇപ്പോൾ അധികാരം കിട്ടിയപ്പോൾ പൂർണ്ണമായും സാമ്രാജ്യത്വ അനുകൂല നിലപാട് സ്വീകരിക്കുകയാണ്. ലോകം ഒരു തെമ്മാടി രാഷ്ട്രമായി കാണുന്ന ഇസ്രയേൽ, ആ ഇസ്രയേലുമായി BJPക്ക് ഏറ്റവും അടുത്ത ബന്ധമാണ്. ഇരട്ടപെറ്റ സഹോദരങ്ങളാണ് ഇസ്രയേലിലെ സിയോണിസ്റ്റുകളും ഇവിടുത്തെ RSSകാരും. അതുകൊണ്ട് തന്നെ ഇസ്രയേലിനെ BJP പൂർണ്ണമായി അംഗീകരിക്കുന്നു. അമേരിക്കൻ സാമ്രാജ്യത്വത്തെ പൂർണ്ണമായി അംഗീകരിക്കുന്നു. നമ്മുടെ രാജ്യം അമേരിക്കയുടെ മുന്നിൽ അടിയറ വെക്കുന്ന, നമ്മുടെ പരമാധികാരം അമേരിക്കയുടെ മുന്നിൽ അടിയറ വെക്കുന്ന നിലപാടിലേക്ക് ഇന്ത്യ ഗവൺമെന്റ് നയിക്കുന്നവർ മാറുന്നു. അങ്ങേയറ്റം ലജ്ജാകരമായ ഒട്ടേറെ അനുഭവങ്ങൾ നമുക്കുണ്ടായി. അതിന്റെ ഭാഗമായാണ് നാം ഏത് രാഷ്ട്രവുമായി വ്യാപാര ബന്ധം സ്ഥാപിക്കണം, ആ കാര്യത്തിൽ അമേരിക്കയുടെ സമ്മതം വാങ്ങുന്ന നിലപാടിലേക്ക് ഇന്ത്യ അധപ്പതിച്ചത്. ഇവിടെ റഷ്യയിൽ നിന്ന് എന്ത് വാങ്ങണം, എന്ത് വാങ്ങണ്ട, അമേരിക്കയിൽ നിന്ന് വാങ്ങണം, എന്ത് വാങ്ങണ്ട, ലോകത്തിലെ ഏത് രാഷ്ട്രവുമായും ഏത് തരത്തിലുള്ള ബന്ധം നിലനിർത്തണം എന്നെല്ലാം തീരുമാനിക്കാനുള്ള അവകാശത്തെക്കുറിച്ചാണ് പരമാധികാരമെന്ന് നാം പറയുന്നത്. ആ പരമാധികാരമുള്ള രാഷ്ട്രമാണ് നാം. ആരുടെയും സാമന്ത രാഷ്ട്രമല്ല ഇന്ത്യ. പക്ഷേ ഇത്തരം കാര്യങ്ങളിൽ അമേരിക്കയുടെ അനുമതിക്കു വേണ്ടി യാചിച്ചു നിൽക്കുന്ന ഒരു സാമന്ത രാഷ്ട്ര മനോഭാവം പ്രകടിപ്പിക്കുന്ന ഭരണാധികാരികളായി ഇന്ത്യൻ ഭരണാധികാരികൾ മാറുന്ന കാഴ്ച നാം കണ്ടു. ഇപ്പോഴും അത് തുടരുന്നു. ഇതിനെല്ലാം ഭാഗമായി വലിയ തോതിലുള്ള അപജയം നമ്മുടെ രാജ്യത്തിന് സംഭവിക്കുന്നു, സാധാരണ ജനങ്ങൾക്ക് സംഭവിക്കുന്നു. ഇത്തരം കാര്യങ്ങളിൽ
കൃത്യമായ നിലപാട് സ്വീകരിച്ച് പോകാൻ കഴിയാത്തൊരു പാർട്ടിയായി കോൺഗ്രസും നിലനിൽക്കുന്നതെന്ന് നാം കാണുന്നു. ഈ കാര്യങ്ങളിൽ ശരിയായ നിലപാട് സ്വീകരിച്ച് ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ കഴിയുന്നത് ഇടതുപക്ഷത്തിന് മാത്രമാണ്. അത് കൃത്യമായി തന്നെ രാജ്യത്ത് നിർവഹിക്കുന്ന നിലപാടാണ് ഇടതുപക്ഷം ഇന്ത്യയിൽ സ്വീകരിച്ചു പോകുന്നത്. ഈ കാലം കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെയുള്ള കാലമാണ്. ഇപ്പോൾ പുതിയ ഗവൺമെന്റ് UDFന്റെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്നിരിക്കുന്നു. എങ്ങനെയാണ് ആ ഗവൺമെന്റിനെ കേരളത്തിൽ LDF, CPIM കാണുന്നത് എന്ന വിഷയം ഞങ്ങളെക്കാളും കൂടുതൽ എതിരാളികൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ ഒരു തരത്തിലുള്ള അവ്യക്തതയും ഉണ്ടാകേണ്ടതില്ല. ഞങ്ങൾ ഈ കഴിഞ്ഞ 10 വർഷക്കാലം LDFന്റെ നേതൃത്വത്തിൽ കേരളത്തെ വലിയ തോതിൽ മുന്നോട്ട് നയിക്കാനുള്ള ശ്രമമാണ് നടത്തിയത്. ആ ശ്രമത്തിൽ നല്ല വിജയം നേടാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. അത് നടപ്പാക്കിയവരുടെ വിശ്വാസം മാത്രമല്ല, ഈ നാടിന്റെ ആ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അനുഭവസ്ഥരായ എല്ലാ വിഭാഗം ആളുകളും ചിന്തിക്കുന്നത് അങ്ങനെ തന്നെയാണ്. നല്ല നിലയിൽ വിവിധ മേഖലകളിൽ നാടിന്റെ വികസനം, പുരോഗതി ഉറപ്പുവരുത്താൻ കഴിഞ്ഞിരിക്കുന്നു. ഏതെങ്കിലും ഒരു പ്രത്യേക മേഖലയിലല്ല, എല്ലാ മേഖലകളിലും. ഇപ്പോൾ നാടുമായി ബന്ധപ്പെട്ട ഒട്ടേറെ പരിസ്ഥിതി പ്രശ്നങ്ങളുണ്ട്. നമ്മുടെ നാട് നേരിട്ട ഒരുപാട് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, ഇപ്പോൾ മാലിന്യം നീക്കം ചെയ്യാനുള്ള ശ്രമങ്ങൾ, നാം അനുഭവിച്ചിരുന്ന വലിയ തോതിലുള്ള മാലിന്യ കൂമ്പാരത്തിന്റെ പ്രശ്നങ്ങൾ, നമ്മുടെ നദികൾ വല്ലാത്ത അവസ്ഥയിലായത്, ഇതെല്ലാം ഒരു നാടിന്റെ വികസനത്തെ ആകെ ബാധിക്കുന്നതാണോ എന്ന സംശയമുണ്ടാകാം. എന്നാൽ അത്തരം കാര്യങ്ങളിലടക്കം LDF സർക്കാർ നല്ല രീതിയിൽ ഇടപെട്ടു പോവുകയാണ് ഉണ്ടായത്. അതിൻ്റേതായ പുരോഗതി നല്ല നിലക്ക് നേടാൻ നമ്മുടെ നാടിന് കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ നാടിന്റെ വിദ്യാഭ്യാസ രംഗം, ആരോഗ്യരംഗം തകർന്നടിഞ്ഞുപോയ സ്ഥാനത്ത് നിന്ന് ലോകം ശ്രദ്ധിക്കുന്ന തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞിരിക്കുന്നു. കേരളത്തിന്റെ ശാസ്ത്ര സാങ്കേതിക രംഗം അഭൂതപൂർവമായ വളർച്ച കൈവരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ സമൂഹത്തിലെ പ്രായമായവരുടെയും സ്ത്രീകളുടെയും കുട്ടികളുടെയുമെല്ലാം സുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, അവയിലെല്ലാം ക്രിയാത്മകമായ നടപടികൾ സ്വീകരിച്ച് സർക്കാർ ഞങ്ങളോടൊപ്പമുണ്ട് എന്ന പ്രതീതി പൂർണ്ണമായും സൃഷ്ടിക്കാൻ ഈ കഴിഞ്ഞ 10 വർഷം കഴിഞ്ഞു. അതോടൊപ്പം തന്നെ നാടിന്റെ വിവിധ മേഖലകളിലുള്ള വികസന പ്രവർത്തനങ്ങൾ, അത് നാട്ടിലാകെയുള്ള റോഡുകളും പാലങ്ങളും ഓവർബ്രിഡ്ജുകളും ഫ്ലൈ ഓവറുകളും മാത്രമല്ല, മറ്റൊട്ടേറെ പ്രധാനപ്പെട്ട പദ്ധതികൾ, അത് എടുത്തു പറയത്തക്ക ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന
ഒട്ടേറെ പദ്ധതികൾ നമുക്കിവിടെ തുടക്കം കുറിക്കാൻ കഴിഞ്ഞു. ചിലത് പൂർത്തിയാക്കാൻ കഴിഞ്ഞു, ചിലത് നല്ല രീതിയിൽ പുരോഗതി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം നാടിന്റെ അഭിവൃദ്ധി ലക്ഷ്യമാക്കിക്കൊണ്ട് ചെയ്ത കാര്യങ്ങളാണ്. ഞങ്ങൾക്ക് ഈ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടാനിടയായി. അത് ഇതെല്ലാം ഉണ്ടെങ്കിലും ഒരു ഭരണമാറ്റം വേണമെന്നാണ് ജനങ്ങൾ വിധി എഴുതിയത്. ആ ജനവിധി ഞങ്ങൾ പൂർണ്ണമായും അംഗീകരിക്കുന്നു. ആ ജനവിധി അംഗീകരിച്ചുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരു കാര്യം വ്യക്തമാക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അത് എന്തൊക്കെയാണോ ഞങ്ങൾ നടപ്പാക്കിയ കാര്യങ്ങൾ, അതിൽ ഞങ്ങൾക്കൊരു ഉദ്ദേശം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ: നാടിനെ പുരോഗതിയിലേക്ക് നയിക്കുക, നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുക. അതിന്റെ ഭാഗമായി കേരളത്തിന്റെ എല്ലാ പ്രദേശങ്ങൾക്കും അനുഭവിക്കാൻ കഴിയുന്ന സ്വാദ്, എല്ലാ ജനവിഭാഗങ്ങൾക്കും അനുഭവിക്കാൻ കഴിയുന്ന സ്വാദ്, അതിനുതകുന്ന ഒരു വികസന നടപടികളാണ് നാം നടപ്പാക്കിയത്. സർവതല സ്പർശിയും സാമൂഹ്യനീതി അധിഷ്ഠിതവുമായ വികസനം, അതിന്റെ ശരിയായ നില തന്നെ ഞങ്ങൾ വ്യക്തമാക്കിയിരുന്നു. നമ്മുടെ നാടിന്റെ ഒരു പ്രദേശവും വികസനത്തിന്റെ സ്പർശമേൽക്കാതിരിക്കരുത്. നമ്മുടെ കേരളത്തിലെ ഒരു ജനവിഭാഗവും വികസനത്തിന്റെ സ്വാദ് അനുഭവിക്കാതിരിക്കരുത്. ആ നിലയിൽ മാതൃകാപരമായ രീതിയിൽ ഈ കഴിഞ്ഞ 10 വർഷം കൊണ്ട് കേരളത്തിന് ഉയർന്നു വരാൻ കഴിഞ്ഞുവെന്ന് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. ഇതിന് തുടർച്ച വേണം. ആ തുടർച്ച ഞങ്ങൾ മാത്രമേ നടത്താനാവൂ എന്ന് ഞങ്ങൾ പറയുന്നില്ല. ആ നിർബന്ധവും ഞങ്ങൾക്കില്ല. ജനവിധി വന്നിരിക്കുന്നു. ആ വിധിയുടെ ഭാഗമായി തുടർ പ്രവർത്തനങ്ങൾ നടത്തേണ്ടത് UDF സർക്കാരാണ്. ആ UDF സർക്കാർ ഇത്തരം കാര്യങ്ങൾ നാടിന്റെ അഭിവൃദ്ധിക്ക്, ജനങ്ങളുടെ ക്ഷേമത്തിന് ഉതകുന്നവയെല്ലാം നടപ്പാക്കണം എന്നതാണ് ഞങ്ങളുടെ നിലപാട്. അങ്ങനെ നടപ്പാക്കുമ്പോൾ അത്തരം കാര്യങ്ങൾക്കെല്ലാം ക്രിയാത്മകമായ പിന്തുണയും ഞങ്ങൾ നൽകും. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ഏതെങ്കിലും തരത്തിൽ നാടിന്റെ താൽപര്യത്തിനോ ജനങ്ങളുടെ ക്ഷേമത്തിനോ വിരുദ്ധമായ നടപടികളുണ്ടായാൽ അവയെല്ലാം അതിശക്തമായി എതിർക്കുന്ന നിലപാടും സ്വീകരിക്കും. ഇത്തരത്തിൽ ഒരു ക്രിയാത്മക പ്രതിപക്ഷമായി പ്രവർത്തിക്കാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇത്തരം കാര്യങ്ങളിൽ ഒരുപാട് ഘട്ടങ്ങൾ നാം തരണം ചെയ്തതാണ്. ഈ പരാജയം CPIM-ന്റെയോ LDF-ന്റെയോ അവസാനമായി ആരും കാണേണ്ടതില്ല എന്നാണ് പറയാനുള്ളത്. ഇതുപോലുള്ള അനേകം ഘട്ടങ്ങൾ ഞങ്ങൾ തരണം ചെയ്തിട്ടുണ്ട്. ഒരു സംശയവുമില്ല, കൂടുതൽ ജനപിന്തുണയോടെ, കൂടുതൽ കരുത്തോടെ CPIM-ഉം LDF-ഉം തിരിച്ചുവരും. അതിനായി എല്ലാവരും ആവശ്യമായ ചിട്ടയോടെയുള്ള പ്രവർത്തനങ്ങൾ നടത്തുക. അത്തരം കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ഈ ഓഫീസ് ഉപകരിക്കട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് ഈ ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചതായി ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെന്റെ അഭിവാദ്യങ്ങൾ.